ഹേയ് ഗായ്സ്, എന്തുണ്ട്? സോ UK ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ 2025 നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന നിയമം 5 ഇയർ PR 10 ഇയറിലേക്ക് ആക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള വളരെ ക്ലാരിറ്റിയിൽ എൻ്റെ സൈഡിൽ നിന്നുള്ളതും സോളിസിറ്ററിൻ്റെ സൈഡിൽ നിന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മളതിനെ തുടർന്ന് ഒരു ഗ്രൂപ്പ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ നമ്മളിനി മടി കൂടാതെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പക്ഷേ ഈ നിയമം വരുന്നത് തടയാൻ സാധിക്കൂ എന്നുള്ളത്. സോ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. സോ ഗൈസ്, ഇമ്പോർട്ടൻ്റ് കാര്യം, കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ 5 ഇയർ to 10 ഇയർ പെർമനന്റ് റെസിഡൻസി റൂളും. ഒരുപാട് മാധ്യമങ്ങൾ, നാട്ടിലുള്ള യൂട്യൂബ് ചാനലുകൾ എല്ലാവരും BBC സഹിതം ഈ ഒരു നിയമം ഇവിടെയുള്ളവരെയും ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പലരെല്ലാം ഈ നിയമം വന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരെയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഒരു പ്രപ്പോസലാണ്, അതൊരു മെഷറാണ്, പോളിസിയാണ്. അതിനകത്ത് ഏകദേശം 5 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുക, അതിനുശേഷം ഇവർ കൺസൾട്ടേഷന് വിടുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇമ്പോർട്ടൻറ്റ് ടൈം പീരീഡ് ആണ് ഈ പറഞ്ഞ സ്റ്റേജ് ഫസ്റ്റ്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അനൗൺസ് ചെയ്യുന്നതും അതേ തുടർന്ന് പബ്ലിക് കൺസൾട്ടേഷനും, ഇതാണ് സ്റ്റേജ് ഫസ്റ്റ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ, അതിനുശേഷമാണ് ഡ്രാഫ്റ്റിംഗ് ദ ബിൽ. നമ്മൾ ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനെ തുടർന്നായിരിക്കും ഈ ഡ്രാഫ്റ്റിംഗ് ദ ബില്ലിൽ വരാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നിയമങ്ങൾ വരാൻ പോകുന്നത്. സോ നമ്മൾ ഈ സമയത്ത് കിടന്നുറങ്ങിയാൽ, ഈ സമയത്ത് ഇങ്ങനെയുള്ള ന്യൂസുകൾ നിങ്ങൾ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലരും വിചാരിക്കുന്നുണ്ടാവും, യുവമാർക്ക് സുഖമായി, നല്ല സമയമാണ്, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാശുണ്ടാക്കും എന്ന് വിചാരിക്കുന്ന ചില ഊളകൾ ഉണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും അങ്ങ് മാറി നിൽക്കുക. കാരണം ഞാൻ റെഗുലറായിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറും പെർമനന്റ് റെസിഡൻസിൻ്റെ വീഡിയോയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മില്യൺ ആളുകളെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പൊതുവെ ഒരു നിയമങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാറില്ല. നിയമങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നിയമങ്ങൾ വന്നോ, നിയമങ്ങൾ വന്നില്ലേ, ആ രീതി മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ പബ്ലിക്കിന് വേണ്ടി പബ്ലിക് കൺസൾട്ടേഷൻസ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ പൊതുവെ അറിയാറില്ല. ഇപ്രാവശ്യം അത് മിസ്സാക്കരുത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആരും ചെയ്യാൻ വരുമൊന്നുമില്ല. ഈ അപ്പുറത്തിരുന്ന് ചിരിക്കുന്ന ഈ കുറേ എണ്ണം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ട് PR നിയമങ്ങൾ മാറുന്ന ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ നിങ്ങൾ വീണ്ടും ഇളിബ്യരായിട്ട് മാറും എന്നും കൂടി പറയട്ടെ. സോ ഈ ഒരു സമയം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ന്യൂസുകളും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ വായിക്കേണ്ടതും ഇതേപോലെ അപ്ഡേറ്റുകൾ ഫോളോ ചെയ്യേണ്ടതുമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ പബ്ലിക് കൺസൾട്ടേഷൻ മിസ് ചെയ്യരുത്. അതുമാത്രമല്ല, നമ്മളൊരു വലിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ ഓരോ ആളുകളും, അതായത് PR വേണമെന്ന് ആഗ്രഹിക്കുന്ന, 5 ഇയർ PR വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും എക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊരു പേജുകളോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാനൊരു സാധനം താഴത്ത് ഡ്രാഫ്റ്റ് ചെയ്തിടുന്നുണ്ട്. പറ്റുമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് കോവിഡിന്റെ സമയത്ത് ഇവിടെ സമയത്ത് ബോറിസ് ജോൺസൺ ഗവൺമെന്റ് നമ്മളെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ നമ്മളിവിടെ കയറി വന്ന് ഇവിടുത്തെ ഒരു സെറ്റിൽമെന്റ് ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭാവി നോക്കി ഇവിടെ കയറി വന്ന് നാട് വിട്ട് കയറി വന്ന് തന്റെ മക്കളുടെയും ഇല്ലെങ്കിൽ അവരുടെയൊക്കെ ഭാവി ഇവിടെ ഭദ്രമാണെന്ന് വിചാരിച്ച് കയറി വന്ന് ഒടുവിൽ ഇവിടെ നിന്ന് ചവിട്ടിപ്പിടിച്ച് പുറത്താക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇലിബിയറായിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും. അതായത് ചില ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, വന്നു നിയമം വന്നു, ഇനി വന്ന് അനുഭവിക്കുക എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഒരു പക്ഷേ ഒരു വർക്ക് പെർമിറ്റും കിട്ടിയിട്ടുണ്ടാവില്ല. അവർ വർക്ക് പെർമിറ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇലിബിയറായിരിക്കും. അവർക്കൊന്നും വരാനും നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾ വർക്ക് പെർമിറ്റ് നിൽക്കുന്ന നിങ്ങളാണ് ആക്ട് ചെയ്യേണ്ടത്. അവരുടെ വീഡിയോ കണ്ട് ഇനി വന്ന് അനുഭവിക്കാം എന്നുള്ള വന്നിരിക്കുന്ന ആളുകളിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോവുക. നിങ്ങൾ ഈ PR നിയമങ്ങളൊന്നും വരാൻ നിൽക്കണ്ട, നിങ്ങൾ നാട് വിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ കയറി നമ്മളിവിടെ എങ്ങനെ വന്നു, നമ്മൾ ഈ ഒരു എക്കണോമിക്ക് എന്തൊക്കെ സംഭാവന ചെയ്തു, അതിലൂടെ, അത് മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UK ലൈഫ് സ്റ്റൈലാണ്. അവർ പെട്ടെന്ന് പറിച്ച് നാട്ടിലേക്ക് നടന്ന സമയത്ത് അവരുടെ ലൈഫ് ഇല്ലാതാവും എന്നുള്ള രീതിയിൽ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ മെൻഷൻ ചെയ്യുക. ആരെ മെൻഷൻ ചെയ്യും? ക്രിസ്റ്റാമറെ മെൻഷൻ ചെയ്യുക, എഡ് കൂപ്പറെ മെൻഷൻ ചെയ്യുക. കുറച്ച് പേജുകൾ കാര്യങ്ങൾ ഞാൻ താഴത്ത് പിൻ ചെയ്തിടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഈ കാണിക്കുന്ന സംഭവങ്ങളുണ്ട്, ഇവരെയെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഹ്യൂമൻ റൈറ്റ്സിനെ മെൻഷൻ ചെയ്യുക.
ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെയും എന്താ പറയാ ഒരു സഹതാപം കിട്ടാനോ ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇല്ലെങ്കിൽ ആളാകാൻ കാണിക്കുന്ന പരിപാടികളൊന്നല്ല. ഒരു പെറ്റീഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെറ്റീഷന്റെ ഒരു അപ്രൂവൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഇനി പാർലമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഒഫീഷ്യൽ പെറ്റീഷൻ ഓൺ ആവുള്ളൂ. എങ്കിലും ടൈമിൽ നമ്മളൊരു പെറ്റീഷൻ നിങ്ങൾക്ക് താഴത്ത് ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഓരോരുത്തരും കയറി നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ആ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ അതിനകത്ത് പെറ്റീഷൻ സൈൻ ചെയ്യുക. ഇപ്പോഴും പല പെറ്റീഷൻ ഞങ്ങൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് ആരും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറെ ആൾക്കാർ തിരിഞ്ഞു നോക്കില്ല. ഇവിടെ PR-ഉം സിറ്റിസൺഷിപ്പ് കിട്ടിയ പലരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ നിങ്ങൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ മൂഞ്ചസ്യ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ പറയാം പച്ച മലയാളത്തിൽ. സോ അത് മൂഞ്ചാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? പെറ്റീഷൻ സൈൻ ചെയ്യുക. എക്സിൽ കയറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കരഞ്ഞ് മെഴുകുകയോ നിങ്ങൾ ഇവരെയൊക്കെ മെൻഷൻ ചെയ്യുക. പിന്നെ ഈ പബ്ലിക് കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് മിസ്സാകാതിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു കൺസൾട്ടേഷനെ കുറിച്ച് അറിയുവാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കും. ഇനി എന്റെ മാത്രം ബാധ്യതയല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇനി ഞാൻ മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം. എന്റെ ഇൻസ്റ്റാഗ്രാമും ലിങ്കും താഴത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അത് മാത്രമല്ല, താഴത്ത് ഞാൻ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിൽ പേഴ്സൺ DM ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ഞാൻ മാത്രം 24 hours ഇതിന്റെ കണ്ണു നട്ടിരിക്കുന്ന ഞാൻ ഇരിക്കും. അത് വേറെ കേസ്. പക്ഷേ നിങ്ങളും നിങ്ങളുടെ ചുമതലയും കൂടിയാണെന്ന് വിചാരിക്കാം. എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ താഴത്ത് കുറെ ആളുകൾ വന്നിട്ട് നേഴ്സുമാർക്കും IT-ക്കാർക്കും എഞ്ചിനീയേഴ്സിനും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അപ്പൊ കെയർ വിസക്കാരെന്താ? അവര് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ കോവിഡിന്റെ സമയത്ത് വന്നിട്ട് ഗവൺമെന്റ് കൊടുത്ത വിസയ്ക്കകത്ത് വന്ന് ഇവിടെ വിസ എടുത്ത് നിന്ന് അവരിവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇവിടെ ഉള്ളവർക്കൊക്കെ വർക്ക് ചെയ്യുന്നു. അവർക്കും ബാധിക്കാൻ പാടില്ല. അപ്പോ നിങ്ങൾ അവരുടെ സപ്പോർട്ട് അവർക്ക് ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്നും കൂടി നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് ചാത്ത ന്യൂസ് കണ്ടിട്ടാണ് പറയുന്നത്? നിങ്ങൾ ഞാൻ എല്ലാവരും താഴ്ത്തു വന്നിട്ട് പറയുന്ന ഒരു ചോദ്യമാണ്, നേഴ്സുമാർക്ക് IT-ക്കാർക്ക് എഞ്ചിനീയേഴ്സിന് ബാധിക്കില്ല എന്നുള്ളത്. അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ആർട്ടിക്കിൾ ചോദിക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ വായിന്നും ആർട്ടിക്കിൾ വരുന്നില്ലല്ലോ. ഈ ജാതി ഊള കമന്റ് ഇനിയിപ്പോ PR കിട്ടിയ ഏതെങ്കിലും ആളുകൾ നമുക്ക് മനഃപൂർവ്വം എഴുതി വിടുന്നതാണെന്നും കൂടി എനിക്ക് സംശയമുണ്ട്. ആരൊക്കെയോ പറയുന്നു. ആരൊക്കെയോ പറഞ്ഞെങ്കിൽ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് സൈറ്റിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? വൈറ്റ് പേപ്പറിനകത്ത് കാണിച്ചു തരാൻ പറ്റുമോ? വൈറ്റ് പേപ്പറിനകത്ത് അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും അത് ബാധകമാണ്. 1.5 മില്യൺ അകത്ത് നിങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കോ. ചവിട്ടി പിടിച്ച് പുറത്താകുന്ന സമയത്ത് എല്ലാം കൂടി മൂങ്ങിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആക്ട് ചെയ്യുക. ഇപ്പോ കിടന്നുറങ്ങല്ല. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഒരു പോസ്റ്റ് ഇടുക. പോസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ അറിയുന്നവര്, ബാനേഴ്സ് ഡിസൈൻ ചെയ്യാൻ അറിയുന്നവര്, അവര് നമ്മൾ DM ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും അനക്കമില്ല. വല്ലവരും ചെയ്തോളൂടെ, എനിക്കൊന്നും സമയമില്ലടെ, എനിക്ക് പണിക്ക് പോകണേ എന്ന് പറഞ്ഞാൽ ആ പണി നിങ്ങൾക്ക് ഇപ്പൊ എത്രയാണ് നിങ്ങളുടെ വിസ പീരീഡ് അതുവരെ പണിതോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 10 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു കോമഡി പറയട്ടെ, ഇപ്പോഴത്തെ സാലറി ത്രഷോൾഡ് കൂട്ടിയത് ഗവൺമെന്റ് ചുമ്മാ കൂട്ടിയതൊന്നുമല്ല. 12.82 ഒക്കെ ഇത് ചുമ്മാ ഒന്നുമല്ല. നമുക്ക് കിട്ടുന്ന സാലറി ഇപ്പോഴത്തെ കറന്റ് ബേസിക് പേ എത്രയെന്ന് അറിയാം? റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ ബാധിക്കാൻ പോകുന്നത്. ആർക്ക് അങ്ങനെ ചൂടുള്ളവർ മാത്രം നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ, എനിക്ക് പറയാനൊന്നുമില്ല, എല്ലാവരും നിൽക്കുക. അത് മാത്രമല്ല 2028 ശേഷം ഈ ഒരു റിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യും എന്നുള്ള കാര്യം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്, അഡൽട്ട് സോഷ്യൽ കെയർ വർക്കേഴ്സിന്റെ. അത് മാത്രമല്ല സകല വിസകളും ഇതേപോലെ റിവ്യൂ ചെയ്യപ്പെടാം. സോ അപ്പൊ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് നിയമം വന്നു എന്ന് പറഞ്ഞിട്ടും നിങ്ങളെ പേടിപ്പിച്ചിട്ടും. ഓക്കെ, എനിക്ക് നിങ്ങളെ പേടിപ്പിക്കാൻ ഉള്ളത് മാത്രം പറയാൻ പറ്റുള്ളൂ എനിക്ക്. ഓക്കെ, ഇത് നിയമം വരാം. അതിന് 5 സ്റ്റേജാവുള്ളൂ. ഒന്നാമത്തെ സ്റ്റേജാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേജാണ്. അത് കഴിഞ്ഞ് ഡ്രാഫ്റ്റിംഗ് ദ ബില്ലിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൺസേൺ അവർക്ക് അറിയിക്കണം. അത് പെറ്റീഷനിലൂടെയോ ഇല്ലെങ്കിൽ നമ്മളുടെ ഇതേപോലെ X പ്ലാറ്റ്ഫോമിലൂടെയോ മറ്റ് റീൽസും വീഡിയോസും ഒക്കെ ഇട്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യണം. എന്നാലാണ് അത് ഡ്രാഫ്റ്റിംഗ് ദ ബില്ല് സമയത്ത് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലോക്കൽ MP-മാര്, അതായത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ലോക്കൽ MP-മാർക്ക് നിങ്ങളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ ലെറ്റേഴ്സ് നിങ്ങളിപ്പോൾ മാഞ്ചസ്റ്ററിലായിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ലിവർപൂളിലായിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് ഇരിക്കട്ടെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അവിടെയുള്ള. അതിപ്പോൾ കെയർ വർക്കേഴ്സിന്റെ ഗ്രൂപ്പ് ആവട്ടെ, NHS സ്റ്റാഫുകളുടെ ഗ്രൂപ്പ് ആവട്ടെ, ഇനിയിപ്പോൾ എഞ്ചിനീയേഴ്സിന്റെ മറ്റുള്ളവർ ഇല്ലെങ്കിൽ എല്ലാ സ്കിൽഡ് വർക്കേഴ്സിനും ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രൂപ്പായിട്ട് നിങ്ങൾ അവിടെ എല്ലാവരും കൂടി ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ MP-മാർക്ക് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇനി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ വിഴുങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും സഹായിക്കാൻ പറ്റുന്നില്ല. ഇവർ നിങ്ങളെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്കൊന്നും പോകാനില്ല. ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും ആക്കല്ലേ. ഞാൻ നിങ്ങളെ വഴങ്ങായിട്ട് വഴക്ക് പറയാമെന്നൊന്നും തോന്നരുത്. കാരണം നമ്മൾ പൊതുവെ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ
നമ്മൾ അറിയാറില്ല, നമുക്ക് അറിയണ്ട എന്നുള്ള സെറ്റപ്പിലാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര നാൾ നിങ്ങളിവിടെ കഷ്ടപ്പെട്ടത് ഓക്കെ, നിങ്ങൾക്ക് 10 വർഷം നിൽക്കാൻ താല്പര്യമായിരിക്കും, പക്ഷെ അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കൂല. റിന്യൂ ചെയ്ത് കൊടുക്കാതിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അപ്പൊ അവരുടെ ഭാവി എന്ത് ചെയ്യും? അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലേ? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു എന്താ പറയാ, വളരെ വൈകാരികമായിട്ടും വളരെ നിങ്ങൾക്ക് മനസ്സിൽ തലയിൽ കയറുന്ന രീതിക്ക് പറയല്ല, നിങ്ങളെ ചീത്ത പറയാനോ നിങ്ങളെ ഈ ബ്ലാബ്ലാ അടിക്കാൻ ചില ഒരു വാണങ്ങൾ വന്നിട്ട് താഴത്ത് കമന്റ് ചെയ്യും, ഇങ്ങനെ ബ്ലാബ്ലാ ഇത്ര ബ്ലാബ്ലാ അടിച്ചിട്ട് പോലും ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴും അവർ ബ്ലാബ്ലാ, ഈ ബ്ലാബ്ലാ എന്തുകൊണ്ട് പറയുന്നത്? ഒരു സ്റ്റെപ്പിൽ ശരി, ഒറ്റ സ്റ്റെപ്പ് അവർക്കൊക്കെ വേണ്ടി പറയുവാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വരുന്നത് അനുഭവിക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞോട് എടാ എന്തെങ്കിലും ചെയ്യണേ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും, പെടും എന്നുള്ളതാണ്. ഈ നിയമം വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. 50-50 ആണ് ചാൻസ്. നമ്മുടെ സോളിസിറ്റർ പറയുന്നത് കൂടി കേട്ടോ. ഈ വൈറ്റ് പേപ്പറിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ചർച്ച. ഈ വൈറ്റ് പേപ്പറിനെ സംബന്ധിച്ച് ഒരുപാട് കോളുകളും ചോദ്യങ്ങളും വരുന്നുണ്ട്. പ്രധാനമായിട്ടും അതിൽ എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 10 വർഷം ആവുമോ PR എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ പാർലമെന്റ് ഒരു പുതിയ ലോ പാസ്സാക്കുകയും അത് റിട്രോസ്പെക്റ്റീവായിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും ബാധകമാവുകയും ചെയ്യണം. അത് വളരെ സാധ്യത കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 1.5 മില്യൺ ആളുകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു റിട്രോസ്പെക്റ്റീവ് ലോ പാസ്സാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുവരെ ഞാൻ ഇമിഗ്രേഷൻ ലോ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് നാളുകളായി. റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോ UK ഇമിഗ്രേഷൻ ചരിത്രത്തിൽ പാസ്സായി വളരെ റയറായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 10 വർഷത്തെ PR ആവുക എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന നിലവിലുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സാധ്യത കുറഞ്ഞൊരു കാര്യമാണ്. സത്യത്തിൽ പ്രാക്ടിക്കലായി നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയുന്ന കൂടി കേട്ടില്ലേ? അപ്പോൾ ഇതെന്തൊക്കെയാണെങ്കിലും വരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷെ അതും പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന, അതായത് എക്സലെങ്കിൽ ഒരു എക്സൽ പോസ്റ്റ് ഇടാൻ പറ്റുവാണെങ്കിൽ, ഒരു ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ടാഗ് ചെയ്യാനും മെൻഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പെറ്റീഷനിലേക്ക് നിങ്ങളെ കൊണ്ടൊരു 100 പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു 10 പെറ്റീഷനെങ്കിൽ സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടണം. പലരും പറയുന്നുണ്ട് ഈ പെറ്റീഷൻ കൊണ്ട് ഒരു കോപ്പും നടക്കൂല എന്നുള്ളത്. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ഡിഫെൻസീവ് മെക്കാനിസം സ്റ്റാൻഡ് അതാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് നിയമം വന്നിട്ട് ശേഷം ഇനി ഒരു പെറ്റീഷൻ ഉണ്ടാക്കി അപ്പോഴേക്കും നിങ്ങൾ പലരുടെയും വിസ കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോകുന്നൊരു തിരക്കിലായിരിക്കും. സോ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് പ്രതിരോധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കൺസേൺ അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ഗവൺമെന്റിനെ അറിയിക്കുക. നമ്മൾ ഇവിടെ വന്നത് ചുമ്മാ വലിഞ്ഞു കയറി കപ്പലിലൂടെ നീന്തി കയറിയോ ഇല്ലെങ്കിൽ കടൽ നീന്തി കയറിയോ ഇല്ലെങ്കിൽ കള്ളവണ്ടി കയറിയിട്ടൊന്നും UK കയറി വന്നവരല്ല. UK വന്നത് പ്രോപ്പറായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കൊടുത്ത് ഏതെങ്കിലും വഴിയിലാണെങ്കിൽ പോലും UK എത്തിയിട്ട് ഇവിടുത്തെ എക്കണോമിക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങനെ കൺസിഡർ ചെയ്യണം. നമ്മുടെ ആ PR 5 ഇയറിലേക്ക് ആക്കണം എന്നാണ്. വരില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വരാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ മനസ്സും പറയുന്നത്. പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കരുത് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ കൊണ്ടുവന്ന് ഈ പെറ്റീഷൻ സൈൻ ചെയ്ത് ഇനിയും ഞാൻ പറയും. അപ്പോൾ ചിലർക്ക് വെറുപ്പാവുന്നതുകൊണ്ട് ഒന്നുമില്ല. കാരണം ഒരു നിയമം വരാതിരിക്കാനായിട്ട് അതിനെ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ വെറുപ്പാകുന്നവർ കുറച്ചൊന്ന് ക്ഷമിക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 15 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ സി ഗൈസ്, ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഓരോ കോൺട്രിബ്യൂഷൻ, ഒരു പോസ്റ്റ്, ഒരു സിഗ്നേച്ചർ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു എക്സിൽ കയറി ഒരു പോസ്റ്റ് ഇതേ പറഞ്ഞ രീതിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ വോട്ടിൽ അത് ചിലപ്പോൾ എന്താ പറയുക തിരുതാം. നിങ്ങളൊരു ഫാമിലി ആയിട്ട് വന്നവരായിരിക്കാം, പല കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നവരായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ വലിയ ലോണും കടമെടുത്ത് വന്നവരായിരിക്കാം. അതൊന്നും ചിലപ്പോൾ ചിലർ വീട് മേടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നവരായിരിക്കാം, അല്ലേ? ഒരുപാട് പേരുണ്ട് അങ്ങനെ. സോ പറയുന്നു, നിങ്ങൾ വേണമെങ്കിൽ അനുസരിക്കുക, അനുസരിക്കാതിരിക്കുക. 10 പേരെങ്കിൽ 10 പേര് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാണാം.